ഹലോ ഗൈസ്. അപ്പം ഇന്ന് ലച്ചു കുറേ ആയി പറയണു പാർക്കിൽ കൊണ്ടുപോകണം അമ്മയെന്ന്. സാധാരണ എപ്പോഴും പാർക്കിൽ കൊണ്ടുപോകണതൊക്കെയാണ്, പക്ഷേ ആൾക്ക് ഈ പാർക്കിൽ തന്നെ പോകണം. അങ്ങനെ എന്തായാലും പറയണതല്ലേ, കുറേ ആയി പറയണു. അപ്പം ഇന്ന് എന്തായാലും കൊണ്ടുപോയേക്കാമെന്ന് കരുതി. ഇത് വരുന്നത് തൃപ്പൂണിത്തുറ വിളക്ക് ജംഗ്ഷൻ്റെ അവിടെയാണ് ഈ ഒരു പാർക്ക് വരുന്നത്. കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള, ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഇവിടെ എപ്പോഴും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഇവിടെ എൻട്രി ഫീ തന്നെ 500 രൂപ ഒക്കെയാണ് എൻട്രി ഫീ വരുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഒന്നും കൊണ്ടുപോകത്തില്ല. പക്ഷേ പാർക്കിലൊക്കെ എപ്പോഴും കൊണ്ടുപോകും. തിങ്കളാഴ്ചയായിട്ട് ഓഫുള്ള ദിവസം ഞങ്ങൾ തിങ്കളാഴ്ചയാണ് ഔട്ടിങ് ചെയ്യാറ്. അപ്പം അങ്ങനെ അവൾക്കും പാർക്കിലൊക്കെ കൊണ്ടുപോകും, കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ ചേട്ടൻ്റെ ബാഗ് തലയിലൊന്ന് കൊണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പോൾ കാറി പൊളിക്കുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ എൻട്രി ചെയ്തു. ഇവിടെ വരുന്നത് 1 മണിക്കൂറിനാണ് 500 രൂപ വരുന്നത്. അതിൻ്റെ ഒപ്പം പിള്ളേരുടെ ഒപ്പം നമുക്ക് ഒരു പാരൻറ്റിനും നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും. ആൾക്ക് ഈ ഒരു സ്പേസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബോളൊക്കെ നിറച്ച് നല്ല ബോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ മേളിൽ കൂടെയൊക്കെ ചടി വീഴും, അങ്ങനത്തെ ഒക്കെ സംഭവമുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ നമുക്ക് പാർട്ടീസൊക്കെ നടത്താം. ബർത്ത്ഡേ പാർട്ടി, ചെറിയ ചെറിയ പാർട്ടിയൊക്കെ നമുക്ക് നടത്താനുള്ളത് ഏരിയയൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ലച്ച് ഓരോരോ സാധനങ്ങളിൽ ഓടി മാറി കയറുന്നുണ്ട്. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളുടെ ഒപ്പം ഞാനും കളിക്കുന്നുണ്ട് കേട്ടോ. ഓരോ സാധനത്തിലും ഞാനും കയറുന്നുണ്ട്. അവളുടെ ഒപ്പം പാരൻസിനും കളിക്കാനൊക്കെ പറ്റും. അവരുടെ കൂടെ തന്നെ നമുക്കും കളിക്കാനൊക്കെ പറ്റും. അതിനൊന്നും കുഴപ്പമില്ല. സാധാരണ പാർക്കിലൊന്നും അങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ നമുക്ക് കളിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഞാൻ അവളുടെ ഒപ്പം തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറാട്ടോ ഞങ്ങളുടെ ടൈം തീരാറായി. അങ്ങനെ ഇവള് ബോർഡിലൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പൂവും എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട് ആൾ. അങ്ങനെ ഞങ്ങളുടെ ടൈം കഴിഞ്ഞു. നേരെ ഞങ്ങൾ സീമാസിലേക്കാണ് പോകുന്നത്. അവിടെ എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് എന്തോ സാരി വേണം ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ സീമാസിലേക്ക് പോയി. ഓഫർ എന്ന് പറയാൻ വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ എടുത്തു, നേരെ ബില്ലടിക്കാനായിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ വിശന്ന്, തുള്ളിച്ചാടി നല്ല രീതിയിൽ വിശന്ന് അതിന് നേരെ തട്ടുകടയിൽ കയറി ഞങ്ങൾ ദോശയും ചിക്കനും ബോട്ടിയും എന്തൊക്കെയോ കഴിച്ചു. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഒരു 9:30 ആയപ്പോഴേക്കും വീട്ടിലെത്തി. അങ്ങനെ നേരെ ഞങ്ങൾ എമ്പുരാൻ സിനിമ കാണാൻ പോവുകയാണ് ഗൈസ്. നല്ല പ്രതീക്ഷയോടാണ് പോകുന്നത്. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളും കാണാനായിട്ട് പോവാണ്. 11:30ക്കാണ് ടിക്കറ്റ് കിട്ടിയത്. ലച്ചൂര് നല്ല രീതിയിൽ ഉറക്കം വരുന്നൊക്കെയുണ്ട്. ചിലപ്പോൾ കാണും, ചിലപ്പോൾ ആൾ ഉറങ്ങും. അവൾക്ക് ഇഷ്ടപ്പെട്ട മൂവി ആണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആൾ നൈസായിട്ട് ഉറങ്ങാറാണ് പതിവ്. ഇത് നല്ല ഉറക്കം ഉള്ളതുകൊണ്ട് ആൾ പറഞ്ഞ അമ്മ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച് നേരെ നല്ല രീതിയിൽ ഉറക്കമായിരുന്നു. സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഉറക്കമായിരുന്നു ആൾ. ഒരു സീനും അവൾ കണ്ടില്ല. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. നേരെ വേറെ പ്രത്യേകിച്ച് ഇനി പരിപാടികളൊന്നുമില്ല. നേരെ എമ്പുരാൻ സിനിമ കഴിഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ലച്ചു നല്ല ഉറക്കമാണെന്ന് പറഞ്ഞല്ലോ, അവൾ നല്ല അസൽ ഉറക്കമായിരുന്നു. വീട്ടിൽ വന്ന് നേരെ കിടത്തി, അങ്ങനെ എഴുന്നേറ്റേ ഇല്ല ആൾ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.